എല്ലാ പ്രാവശ്യവും നമ്മുടെ ബ്രൈഡ്സിനെ കുറിച്ചാണല്ലേ ഞാൻ പറയാറ്. അപ്പോൾ ഇനി തൊട്ട് കുറച്ച് വീഡിയോസ് എൻ്റെ ഈ ജേണീനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഈ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 വർഷമാകാൻ പോവാണ് കേട്ടോ. അന്ന് ഞാൻ ഏട്ടനോട് പറയുണ്ടായി, ഏട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ട് എന്ന്. അപ്പോൾ എൻ്റെ കെട്ടിയൻ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, റോസ് പൗഡർ മാത്രമല്ല ഇടേണ്ടി വരിക, ഏകദേശം ഒരു 1.5 ലക്ഷം രൂപേൻ്റെ പ്രൊഡക്റ്റെങ്കിലും നമ്മൾ എടുക്കേണ്ടി വരിക, എൻ്റെ കയ്യിൽ എന്തായാലും അത്ര എടുക്കാനുണ്ടാവില്ല എന്ന് പറയുണ്ടായി. മാത്രമല്ല ഞങ്ങളുടെ കുഞ്ഞിനന്ന് 7 മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞിനും ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് പറഞ്ഞതോടെ ഞാനത് പാടെ ഉപേക്ഷിച്ചു. 1 വീക്കിന് ശേഷം ഞാൻ ഒന്നും കൂടി ഉണ്ണിയേട്ടനോട് ചോദിച്ചു കേട്ടോ, ഞാൻ പൊക്കോട്ടെ, എൻ്റെ ഗോൾഡും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആൾ പറഞ്ഞു, ഗോൾഡ് തിരിച്ചെടുക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം എൻ്റെ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരിച്ചത്. ഞാൻ പെട്ടെന്ന് തന്നെ അച്ഛനോടും അമ്മേനോടും പറഞ്ഞു. അപ്പോൾ അവർ എന്താ പറയുക, കുഞ്ഞിനെ നോക്കിക്കോളാം എന്നുള്ള ഉറപ്പും തന്നു. പിന്നീടാണ് കേട്ടോ ഞാൻ എങ്ങനെ ഈ ക്യാഷ് അറേഞ്ച് ചെയ്യും എന്നുള്ളതിലേക്ക് എത്തിയത്. എൻ്റെ പ്ലേസ് വരുന്നത് മലപ്പുറത്താണ്, നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നത് കാലിക്കറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പോയി വരാനുള്ള ട്രാവൽസ് എക്സ്പെൻസ് പോലും എൻ്റെ കയ്യിലന്ന് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഞാൻ ആ ഗോൾഡ് ലോണിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അന്ന് ആ ഗോൾഡ് ലോൺ എടുക്കാൻ പോയ നിമിഷം ഇന്നും എനിക്ക് ഓർമ്മയിലുണ്ട്. എന്താ വെച്ചാൽ ഇത് തിരിച്ച് കിട്ടുമോ എന്നുള്ള ഒരു തീർച്ച എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് ആകെ കൂടെ ഉള്ളതായിരുന്നു ആ ഗോൾഡ്. അതെടുക്കാൻ പറ്റുമോ, അത് പോകുമോ എന്നുള്ള ടെൻഷനായിരുന്നു ഫുള്ളും. അന്ന് ആ ബാങ്ക് മാനേജറിൻ്റെ മുന്നിൽ വെച്ച് വിറച്ചുകൊണ്ട് എന്താ പറയുക, സങ്കടപ്പെട്ട് കരയാറായ രീതിയിലാണ് ഞാൻ ആ ഗോൾഡ് ആൾക്ക്